അബിൻ വർക്കി മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിലപ്പുറം ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏകപക്ഷീയമായ ഒരു പൊട്ടിത്തെറിയോ വിയോജിപ്പോ പ്രകടിപ്പിക്കും എന്ന് വിചാരിക്കേണ്ടതുമില്ല. പക്ഷേ പൂർണ്ണമായ അംഗീകരിക്കലല്ല, അതിനപ്പുറത്ത് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന അഭ്യർത്ഥന നേതൃത്വത്തിന് മുന്നിൽ വെക്കണം എന്ന് അബിൻ പറയുന്നു. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ ആളാണ് അബിൻ വർക്കി. 2 ലക്ഷത്തിലധികം വോട്ട് രാഹുൽ നേടുമ്പോൾ അതും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംവിധാനം കാലാകാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കുത്തകയാണ്. അത് അങ്ങ് ടി സിദ്ദിഖിന്റെ കാലം മുതൽ അതിന് മുൻപുള്ള കാലം മുതൽ ഇങ്ങ് പരിശോധിച്ചാൽ PC വിഷ്ണുനാഥ്, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകളുടെ വരവ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയായിട്ടുള്ള വരവാണ് എങ്കിൽ അത്രയ്ക്ക് ശക്തമായ ഒരു സംവിധാനം എ ഗ്രൂപ്പിന് ഈ യൂത്ത് കോൺഗ്രസ് സംവിധാനത്തിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും അബിൻ വർക്കി 1,70,000 വോട്ട് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചിഹ്ന ഭിന്നമായി പോയ ഐ ഗ്രൂപ്പാണ്. അധികം നേതാക്കന്മാരൊന്നുമില്ല എങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്നുകൊണ്ട് അത്രയും വോട്ട് പിടിക്കാൻ അബിൻ വർക്കിക്കായി. അത്രയും വോട്ടുകൾ പിടിച്ച് അബിൻ വർക്കി വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു കമ്മിറ്റിയാണ്. സ്വാഭാവിക നീതി എന്നുള്ള നിലയിൽ നിലവിലെ അധ്യക്ഷൻ മാറുമ്പോൾ പകരം അബിൻ വർക്കിയെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ അവരത് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം KM അഭിജിത്തിന്റെ പേര് അവർക്ക് ആവശ്യപ്പെടാവുന്ന ഒരു പേരാണ്. കാരണം അവരുടെ കൈവശം ഇരുന്ന ഒരു സീറ്റാണ്, അല്ലെങ്കിൽ ഒരു പദവിയാണ്. അത് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ഉള്ള വാഗ്വാദങ്ങളെല്ലാം നടക്കുമ്പോൾ പോലും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നു. അല്ല, നിലവിൽ ദേശീയ ഭാരവാഹിത്വമുള്ള ബിനു ചുള്ളിലിനെ കൊണ്ടുവരണമെന്ന് KC വേണുഗോപാൽ വിഭാഗം ആവശ്യപ്പെടുന്നു. അങ്ങനെ ചർച്ചകൾ 1 മാസത്തോളം നീണ്ടുപോയ ശേഷമാണ് ഈ പറയുന്ന പദവിയിലേക്ക് OJ ജനീഷും അതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിലും എല്ലാം എത്തുന്നത്. അഭിജിത്തിനെയും അഭിനയും ദേശീയ നേതൃത്വത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ വിഷയത്തിൽ അതൃപ്തി കൃത്യമായി തന്നെയുണ്ട്. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളത് സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനം നേരത്തെ ഉണ്ടാകാമായിരുന്നു. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്ര വൈകിയത്. സ്വാഭാവികമാണ്. ഈ തീരുമാനം വന്ന ഉടൻ തന്നെ ഒരു പരസ്യ പ്രതികരണം ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും, എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതില്ല എന്ന് നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അബിൻ വർക്കി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഉള്ളിലെ വിഷമവും അതോടൊപ്പം തന്നെ കടുത്ത അതൃപ്തിയും. അത് പരസ്യമായി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നില്ല എങ്കിൽ കൂടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും തനിക്ക് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം, ദേശീയ നേതൃത്വത്തിൽ ഒരു പദവി വേണ്ട എന്നുള്ള കാര്യം അബിൻ വർക്കി പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്, സമരങ്ങൾ നടത്തേണ്ടതുണ്ട്, ആ സമരത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ദേശീയ പദവി തരേണ്ടതില്ല എന്നുള്ള കാര്യം, നിലവിൽ തന്ന പദവിയിൽ തനിക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യം അബിൻ പറഞ്ഞു വെക്കുന്നു. ഇനിയിപ്പോൾ എന്ത് തീരുമാനമാകും ഈ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. വിവരങ്ങൾ നൽകിയത്. എന്തായാലും പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതില്ല എന്ന് ഐ ഗ്രൂപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അബിൻ വർക്കി യാതൊരു തരത്തിലുള്ള വിയോജിപ്പും പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഒരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വെക്കുകയും ചെയ്തു.